അപ്പം എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു, കെമിക്കൽ ചേഞ്ചുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. അതിന് മുമ്പായിട്ട് നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ അകത്തെ മിക്സ്ചേഴ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് മിക്സ്ചേഴ്സ് ഉണ്ട്, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇപ്പോൾ ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് മാസ്, വെയിറ്റ് അതുപോലുള്ള ചില പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് എ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ഇറ്റ്. അതായത് എന്തുമാത്രം മാറ്റർ ഒരു സബ്സ്റ്റൻസിൽ പ്രസൻ്റ് ആണെന്ന്, അതായത് അതിൻ്റെ എന്തുമാത്രം മാറ്റർ അതിനകത്തുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് മാത്രമാണ് ഈ മാസ്. എന്താണ് ഈ മാസ് എന്ന് പറഞ്ഞാൽ? എന്താണ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിൻ്റെ അകത്ത് എന്തുമാത്രം മാറ്റർ അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ആ ഒരു അളവിനെയാണ് ഈ മാസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സിമ്പിളാണ്. ഇത് എത്രമാത്രം എമൗണ്ട് ഉണ്ട്, മാറ്റർ എന്തുമാത്രം അതിൻ്റെ അകത്തുണ്ട് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു അളവ് മാത്രമാണ് മാസ്. ഇനി ഇപ്പം നമ്മൾ പറയാണ് അത് എല്ലാ സ്ഥലത്തും മാസും വെയിറ്റ് എന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മാസ് എല്ലാ സ്ഥലങ്ങളിലും കോൺസ്റ്റൻ്റ് ആയിരിക്കും, പക്ഷേ വെയിറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. അത് നമുക്ക് പറയാം, അതിലേക്ക് നമുക്ക് വരാം. അപ്പം മാസ് എന്താണ്? മാസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിൻ്റെ അകത്ത് എന്തുമാത്രം മാറ്റർ അടങ്ങിയിട്ടുണ്ട് എന്ന കണക്കാണ്. നമ്മളിപ്പോൾ മാറ്റർ എന്താണെന്ന് പറഞ്ഞു, മാറ്ററിൻ്റെ ഫിസിക്കലായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, കെമിക്കലായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇനി അപ്പം മാറ്റർ എന്താണെന്ന് ക്ലിയർ ആണല്ലോ. ആ മാറ്ററിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പം ഇവിടെ മനസ്സിലായല്ലോ. മാസ് ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? എന്തുമാത്രം മാറ്റർ ഈ സബ്സ്റ്റൻസിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കണക്ക് മാത്രമാണത്. പിന്നെ അതിൻ്റെ SI യൂണിറ്റ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിലോഗ്രാം ആണ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ അടുത്തൊരു ഇതിലേക്ക് വരികയാണ്, വെയിറ്റ്. വെയിറ്റും മാസും തമ്മിൽ പലപ്പോഴും കുട്ടികൾക്ക് മാറിപ്പോകാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാസ് എന്ന് പറഞ്ഞാൽ അത് യൂണിവേഴ്സലാണ്. അത് എല്ലാ സ്ഥലത്തും എന്തുമാത്രം മാറ്റർ അടങ്ങി എന്നുള്ളത് അതിപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോയാലും അതിപ്പോൾ നമ്മുടെ എർത്തിലാണെങ്കിൽ പോലും ഇതെല്ലായിടത്തും സെയിം ആയിരിക്കും. പക്ഷേ ഈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് എന്താണ്? വെയിറ്റ് ഈസ് ആക്ച്വലി നമ്മുടെ എർത്തിൻ്റെ ഗ്രാവിറ്റി ആണ്, അതിൻ്റെ കണക്കാണ്. അതായത് എന്തുമാത്രം ഗ്രാവിറ്റി ആ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മളെടുക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റ് ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് എന്തുമാത്രം പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്, ആ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ അത്രയും പ്രഷർ കൊടുക്കുന്നുണ്ടോ, ആ ഒരു സാധനത്തിന് നമുക്ക് ഉയർത്താനായിട്ട് എന്തുമാത്രം പ്രഷർ കൊടുക്കുന്നുണ്ട്, അതാണ് അതിൻ്റെ വെയിറ്റ്. ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഗ്രാവിറ്റി ഓൺ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിലേക്ക് അതിനെ എന്താണ്, ആ ഒബ്ജക്റ്റിൽ ഗ്രാവിറ്റി എന്തുമാത്രം ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ എക്സേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ കണക്കാണ് വെയിറ്റ്. മാസ് എന്ന് പറഞ്ഞാൽ മാറ്റർ എന്തുമാത്രം ഉണ്ട് എന്നുള്ളതിൻ്റെ അളവ് മാത്രമായിരുന്നു. ഇവിടെയോ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി എന്തുമാത്രം അതിനകത്ത് ആക്ട് ചെയ്യുന്നുണ്ടെന്ന്. ഒരു ഒബ്ജക്റ്റിനെ ഞാൻ ഇങ്ങനെ പൊക്കിയെടുക്കാൻ എനിക്ക് എന്തുമാത്രം എഫേർട്ട് വേണ്ടി വരുന്നുണ്ട്, ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എത്രയും പ്രഷർ കൊടുക്കുന്നു, അതായത് ഗ്രാവിറ്റി അത്രയും എക്സേർട്ട് ചെയ്യുമല്ലോ അതിലേക്ക്, അതാണ് അതിൻ്റെ വെയിറ്റ്. അതുകൊണ്ട് തന്നെ വെയിറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ്, ഗ്രാവിറ്റി കൂടിയ സ്ഥലത്ത് കൂടുതൽ വെയിറ്റ് ആയിരിക്കും, ഗ്രാവിറ്റി കുറഞ്ഞ സ്ഥലത്ത് അതിനനുസരിച്ചായിരിക്കും. നമുക്കറിയാം ഗ്രാവിറ്റി അതുകൊണ്ട് തന്നെ ഓരോ പ്ലേസിലും വ്യത്യാസമായിരിക്കും. നമുക്ക് പോൾസിലാണോ ഇവിടാണോ കൂടുതൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. ഗ്രാവിറ്റിയെ നമ്മൾ 9.8 ആയിട്ട് കണക്കാക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. അടുത്തത് ഡെൻസിറ്റി എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സബ്സ്റ്റൻസിൽ എന്തുമാത്രം മാസ് യൂണിറ്റ് വോളിയത്തിനനുസരിച്ച് ഉണ്ടായി എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് യൂണിറ്റ് വോളിയത്തിൽ എന്തുമാത്രം മാസ് ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. യൂണിറ്റ് വോളിയം എന്ന് പറയുമ്പോൾ അത് ഒരു യൂണിറ്റിൽ എന്തുമാത്രം മാസ് അടങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മൾ കണക്കാക്കുന്ന ആ കണക്കിനെയാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ അത് കണക്കാക്കാം. നമ്മൾ ഇതൊക്കെ ചെറുപ്പകാലം തൊട്ട് നമ്മൾ കേൾക്കുന്നതല്ലേ. എന്താ ഇത് കേൾക്കുന്നത്? മാസ് എന്താ, വോളിയം എന്താ, ഡെൻസിറ്റി എന്താ, ഇതൊക്കെ ചെറുപ്പത്തിൽ തൊട്ട് നമ്മൾ പഠിക്കുന്നതല്ലേ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു MyV എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. മാസ് ബൈ വോളിയം. ഒരു യൂണിറ്റ് വോളിയത്തിൽ എന്തുമാത്രം മാസ് അടങ്ങിയിട്ടുണ്ട് എന്ന കണക്കാണ് ഡെൻസിറ്റി. ഓക്കെ അല്ലേ? അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? മാസിൻ്റെത് കിലോഗ്രാമും വോളിയത്തിൻ്റെ മീറ്റർ ക്യൂബും. മാസിൻ്റെത് എന്താ യൂണിറ്റ് എന്തുവാ? കിലോഗ്രാമാണെന്ന് നമുക്കറിയാം. പിന്നെ വോളിയത്തിൻ്റെ എന്തുവാ? മീറ്റർ ക്യൂബ്. അപ്പം ഇതിൻ്റെ യൂണിറ്റ് എത്ര? കിലോഗ്രാം മീറ്റർ ക്യൂബ്. അതല്ലേ ഇവിടെ എഴുതിയേക്കുന്നത്? കറക്റ്റ് അല്ലേ? ഇനി അടുത്തൊരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റിയാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ടെമ്പറേച്ചർ ഇസ് എ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ ബോഡി. ഇത് ആക്ച്വലി ഒരു ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഏതൊരു സാധനത്തിൻ്റെയും കൈനറ്റിക് എനർജിയുടെ ഒരു ആവറേജ് ആണ് ഈ ടെമ്പറേച്ചർ എന്ന് പറയും. നമുക്ക് ഇവിടെ പറയുമ്പോൾ ടെമ്പറേച്ചർ ഇസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ
ടെമ്പറേച്ചർ എന്തുമാത്രമാണ് എന്നുള്ളതിൻ്റെ കണക്കാണ് അല്ലേ. നോക്കിക്കുക, ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ ബോഡി, അതിൻ്റെ ആ ഹോട്ട്നെസ് എന്തുമാത്രമുണ്ട്, അതിൻ്റെ ചൂട് എന്തുമാത്രം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അളവ് മാത്രമാണ് എന്ത്, ടെമ്പറേച്ചർ. കോമൺ സ്കെയിൽസ് യൂസ്ഡ് ആർ, നമുക്കറിയാം, നമുക്ക് ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. ഇത് ഡിഗ്രി സെൻറ്റിഗ്രേഡ് എത്ര, അതായത് സെൽഷ്യസ് എത്ര സെൽഷ്യസ് ആണെന്ന് നമ്മൾ പല രീതിയിലാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഡിഗ്രി സെൽഷ്യസിൽ പറയും, ഡിഗ്രി ഫാരൻഹീറ്റിൽ പറയും, കെൽവിൻ സ്കെയിലിൽ പറയും. ഡിഗ്രി ഫാരൻഹീറ്റിൽ പറയും, സെൽഷ്യസ് സ്കെയിലിൽ പറയും, കെൽവിൻ സ്കെയിലിൽ പറയും. യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, ഈ കെൽവിനാണ് ഇതിൻ്റെ SI യൂണിറ്റ്. അതായത് കെൽവിൻ സ്കെയിലിലാണ് നമ്മളെപ്പോഴും SI യൂണിറ്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഴുതേണ്ടത്. നോക്കിക്കേ, സെൽഷ്യസ് സ്കെയിൽ ഈസ് റെപ്രസെൻറ്റ് ബിറ്റ്വീൻ 0 ഡിഗ്രി ടു 100 ഡിഗ്രി സെൽഷ്യസ്. നമുക്കറിയാം എത്ര ഡിഗ്രിയാണ് നമ്മളങ്ങനെ 0 to 100 ഒക്കെ നമ്മൾ എഴുതുന്നത്. 32 ഡിഗ്രി ആണെന്നും, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അകത്ത് എത്ര ഫാരൻഹീറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് എഴുതുന്നത്, അത് 32 തൊട്ട് 212 വരെയാണ് ഈ സെൽഷ്യസ് സ്കെയിൽ. ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. സെൽഷ്യസ് സ്കെയിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഫാരൻഹീറ്റിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കെൽവിൻ സ്കെയിലാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്താ വരുന്നത്, കെൽവിൻ സ്കെയിലാണെങ്കിൽ 32 + 270, അല്ലെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന നമുക്ക് ആ സെൽഷ്യസ് + 273. നമുക്കിപ്പോൾ അതിലേക്ക് വരാം. ഫാരൻഹീറ്റ് സ്കെയിൽ സെൽഷ്യസ് സ്കെയിലിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്, ഇവിടെ സെൽഷ്യസ് സ്കെയിലാണെങ്കിൽ 9.5 സെൽഷ്യസ് + 32 ആക്ക് കണക്ക് കൂട്ടുക. ഇത് സിമ്പിളല്ലേ. എന്താണ്, ഫാരൻഹീറ്റിനെ നമുക്ക് സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കണമെങ്കിൽ എത്ര സെൽഷ്യസ് ആ തന്നേക്കുന്നതെന്ന് നോക്കുക, അതിനെ 9/5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, +32 ചെയ്യുന്നതായിരിക്കും എന്ത്, സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ഇതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യുക. അതായത് നമുക്ക് സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കുന്നതിന് പകരം ഫാരൻഹീറ്റിനെ സെൽഷ്യസ് ആക്കണമെങ്കിലോ, ഇവിടെ 9/5 വെച്ച് ചെയ്തു, അപ്പുറത്ത് 5/9 വെച്ച് ചെയ്യുക, അപ്പുറത്ത് ഇവിടെ നമ്മൾ കൂട്ടി അവിടെ നമ്മൾ കുറയ്ക്കുന്നു. സിമ്പിളാണ്. ഇതൊക്കെ ചെറിയ ടോപ്പിക്കല്ലേ. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഏതാ, കെൽവിൻ സ്കെയിലാക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പം ബാക്കി 2 യൂണിറ്റ്സും ഇപ്പം അധികം നമ്മൾ ഉപയോഗിക്കാറില്ല. കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ്. കൂടുതലായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഏതാ, കെൽവിൻ സ്കെയിൽ ആയതുകൊണ്ട് തന്നെ എത്ര സെൽഷ്യസിലാണോ നമുക്ക് തരുന്നത് ആ സെൽഷ്യസ് +273.15 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെൽവിൻ സ്കെയിൽ കിട്ടും. നമ്മൾ എല്ലാ കണക്കുകളും ചെയ്യുന്നത് എങ്ങനെയാണ്, കെൽവിൻ സ്കെയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് കണക്കുകളും മറ്റും ചെയ്യണമെങ്കിൽ എപ്പോഴും കെൽവിൻ സ്കെയിലിലേക്ക് കണക്ക് എങ്ങനെ മാറ്റണം എന്നറിയണം. അപ്പം ഇത് നോക്കി വെക്കുക. അതായത് കെൽവിൻ സ്കെയിലാക്കണമെങ്കിൽ ഇതിനെ എത്ര നമുക്ക് തന്നേക്കുന്നത്, എത്ര ഡിഗ്രി സെൽഷ്യസ് എന്നായിരിക്കും തന്നേക്കുന്നത്, ആ സെൽഷ്യസ് സ്കെയിലിൽ തന്നേക്കുന്നതിൻ്റെ കൂടെ 273 കൂടെ കൂട്ടുക. 0.15 ആണ് നമ്മുടെ ആക്ച്വൽ കണക്ക്, 273 കൂടെ കൂട്ടുക. അങ്ങനെ കൂട്ടി നമുക്ക് കിട്ടുന്നതായിരിക്കും എന്ത്, കെൽവിൻ സ്കെയിലിലെ അതിൻ്റെ ഒറിജിനൽ ടെമ്പറേച്ചർ. ഇനി അടുത്ത ടോപ്പിക്കാണ് ആക്യുറസിയും പ്രസിഷനും. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കെമിസ്ട്രിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് നോക്കുന്നത്. അപ്പോൾ അതിലൊരെണ്ണമാണ് എന്താണ് ആക്യുറസി, എന്താണ് പ്രസിഷൻ. ആക്യുറസി എന്താണ്, പ്രസിഷൻ എന്താ, ഈ വാക്കുകളൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. നമുക്ക് ഇനി അതിൽ കണക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പറയും, അയ്യോ ഇത് ആക്യുറസി നോക്കണം, അതിൻ്റെ പ്രസിഷൻ നോക്കണം എന്നൊക്കെ പറയും. ലാബിൽ കയറുമ്പോൾ നമ്മളോട് പറയും ആക്യുറസി നോക്കണം, പ്രസിഷൻ നോക്കണം. എന്താണ് ആക്യുറസിയും പ്രസിഷനും? ആക്യുറസി എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ വാല്യൂ ട്രൂ ടു വാല്യൂ, അതായത് ഈ ആക്യുറസി എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളൊരു വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതായത് ഇപ്പം ഇവിടെ തന്നേക്കുന്നത് ഇഫ് ദ ട്രൂ വാല്യൂ ഓഫ് ദ റിസൾട്ട് ഈസ് 2 ഗ്രാം, 2 ഗ്രാം എന്നാണ്, 2 ഗ്രാമാണ് നമ്മുടെ ട്രൂ വാല്യൂ നമുക്ക് വരേണ്ടത്. ആൻഡ് സ്റ്റുഡൻറ്റ് ടേക്സ് 2 മെഷർമെൻറ്റ്സ് ആൻഡ് റിപ്പോർട്ട് ദ റിസൾട്ട് ആസ് 1.95. നമുക്ക് ഒരു സ്റ്റുഡൻറ്റ് ചെയ്തിട്ട് അയാൾക്ക് കിട്ടുന്നത് 1.95 ഗ്രാം എന്നും, ഇനി 1.93 ആണ് അയാൾ 2 മെഷർമെൻ്റ് എടുത്ത് അയാൾക്ക് കിട്ടുന്നത്, ഒന്ന് 1.95ഉം ഒന്ന് 1.93ഉമാണ്. ഈ പറയുന്നത് എന്താണ്, ഇത് പ്രിസൈസ് ആണ് പക്ഷെ ആക്യുറേറ്റ് അല്ല. നമുക്ക് 2 എന്ന് തന്നെ കിട്ടുവാണെങ്കിൽ അതാണ് ആക്യുറസി. ഇനി പ്രസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പ്രിസൈസ് ആണ് നമ്മുടെ വാല്യൂസ്, പക്ഷേ ആക്യുറേറ്റ് ആണോ, അല്ല. ഇതാണ് ആക്യുറസിയും പ്രസിഷനും തമ്മിലുള്ള വ്യത്യാസം. ആക്യുറസി എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിരിക്കും നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ്. നമ്മൾ ചെയ്യുമ്പോൾ എന്താ, നമുക്ക് പലതരത്തിലുള്ള ഇററുകൾ വരാം, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ക്വാണ്ടിറ്റീസും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരാം, അതുകൊണ്ട് പോയിൻറ്റിൻ്റെ വ്യത്യാസം തന്നെ വന്നേക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും, പ്രസിഷൻ വാല്യൂസ് ആയിരിക്കും കൂടുതൽ കിട്ടുന്നത്. ലാബിൽ അത് ഹൈടെക് ആയിട്ട് ചെയ്യുമ്പം അത് പക്കായിരിക്കും, എപ്പോഴും ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. നമ്മൾ ചെയ്യുമ്പോഴോ പ്രസിഷൻ വാല്യൂസ് ആയിരിക്കും പ്രിസൈസ് ആയിട്ടുള്ള, ഏകദേശം 2 ആണെങ്കിൽ 1.95 അല്ലെ 1.97. 1.95 നമുക്കറിയാം, അത് റൗണ്ട് ചെയ്താൽ 2 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ
ഇതാണ് ആക്യുറസിയും പ്രസിഷനും. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ആ ഒരു നോൺ ഫിഗേഴ്സിനെ പറ്റിയിട്ടൊക്കെയാണ് സിഗ്നിഫിക്കൻറ്റ് അല്ലെങ്കിൽ മീനിങ് ഫുൾ ഡിജിറ്റ്സിനെയാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന്. ഇതൊക്കെ വീണ്ടും ആ ടോപ്പിക്സ് ഒക്കെ നിങ്ങളിലേക്ക് ഒന്നുകൂടെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പാഠത്തിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഒന്നുകൂടെ പറയുന്നതേ ഉള്ളത്. അടുത്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ എങ്ങനെ കാണുന്നത്. ഇപ്പം നമുക്ക് 273 എന്ന് പറയുന്നതിനകത്ത് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് അല്ലേ? നോക്കിക്കേ, 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. 235 എന്ന് പറയുന്നതിൻ്റെ അകത്ത് 235 ഇത് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇല്ലേ? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. 2, 3, 5 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. 0 to the ലെഫ്റ്റ് ഓഫ് ദ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അതായത് ഈ പറഞ്ഞേക്കുന്ന 0.002 എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് അതിലൊരു ഒറ്റ ഫിഗറേ ഉള്ളൂ. ഇത് ലെഫ്റ്റ് സൈഡിലുള്ള സീറോസിനെ നമ്മൾ കണക്കാക്കാറില്ല. അതായത് ഇപ്പോൾ പോയിൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ 0.2 എന്ന് പറഞ്ഞാലും 2 എന്ന് പറഞ്ഞാലും നമ്മൾ ഒറ്റ സിഗ്നിഫിക്കൻറ്റ് ഫിഗറായിട്ടേ കണക്കാക്കാറുള്ളൂ. പക്ഷേ 23 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. അതാണ് അതിൻ്റെ അകത്ത് വ്യത്യാസം. അത് അവർ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. 0 ബിറ്റ്വീൻ ദ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. അതായത് ഇപ്പം 3.02 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇവിടെ നടുക്ക് 0 വന്നാൽ നമ്മളത് കണക്ക് കൂട്ടണം. പക്ഷേ ഇതല്ലാതെ 0.320 എന്ന് പറയുമ്പം ഈ സീറോയ്ക്ക് ഇവിടെ വിലയില്ല. അതായത് ഫ്രണ്ടിൽ വരുന്ന സീറോയ്ക്ക് വലിയ വിലയില്ല എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. റൈറ്റ് ഓഫ് ഡെസിമൽ പോയിന്റ് സിഗ്നിഫിക്കൻറ്റ് എക്സാമ്പിൾ 2.0 ആ 3 സിഗ്നിഫിക്കൻറ്റ്. അത് തന്നെ അവർ വീണ്ടും പറഞ്ഞേക്കാണ്. 2.00 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സിഗ്നിഫിക്കൻ്റ് ആണ്. 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അല്ലേ? 2 കഴിഞ്ഞിട്ട് 2 സീറോ വരുന്നുണ്ട്, 2 പോയിൻ്റ് അവിടെ വരുന്നുണ്ട്. അപ്പം ലെഫ്റ്റിലോട്ടാണ് നമുക്ക് എന്ത് വാല്യൂ ഇല്ലാത്തത്, റൈറ്റിലോട്ട് വാല്യൂ ഉണ്ട്. വേണമെങ്കിൽ ആ ടോപ്പിക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറയുകയാണ്. അതിനൊരു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന് ഒരു റൂളുണ്ട്. നമ്മളിപ്പം 2.32 എന്ന് നമ്മൾ എഴുതുക അല്ലെങ്കിൽ 232 എന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ ഇവിടെ 3 സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് വരുന്നുണ്ട്. 2 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്. അതായത് ഇവിടെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുന്നുണ്ട്. പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മളിത് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ അകത്ത് തന്നെ 0.02 എന്നോ അല്ലെങ്കിൽ 0.5 എന്നോ ഒക്കെയാണ് തരുന്നതെങ്കിൽ അവിടെ ഒറ്റ സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിലോട്ട് 0.50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 തന്നെയാണ്. ഇവിടെ ഇതിന് 5ന് തൊട്ട് മുമ്പായിട്ട് വന്നേക്കുന്ന സീറോയ്ക്ക് ഇവിടെ വിലയില്ല. ഇതിന് ശേഷമാണ് വരുന്നതെങ്കിലോ ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ഇത് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ്. ലെഫ്റ്റിന് മാത്രമേ ഉള്ളൂ വിലയില്ലാത്ത, പോയിന്റിന് അപ്പുറത്ത് വരുന്നതിന് വിലയുണ്ട്. അതൊക്കെ അല്ലേ? ഇനി നമുക്ക് കെമിക്കൽ കോമ്പിനേഷൻസിൻ്റെ ലോസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് നമുക്ക് പറയാനുള്ളത് ഒരു 5 കെമിക്കൽ ലോസോളം പറയാനുണ്ട്. 5 കെമിക്കൽ ലോസ് എന്ന് പറയുമ്പം അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ അതുവരെ ബൈ.